കാനഡയിൽ ഫസ്റ്റ് ടൈം ഹോം ബയർ എന്ന നിലയിൽ ആളുകൾ ഈ ഒരു ഡിസിഷനുമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഒരു കോണ്ടോ മേടിക്കണോ അതൊരു ഡിറ്റാച്ച്ഡ് ഹോം മേടിക്കണോ എന്ന് ആൾക്കാർക്ക് ചിലപ്പോഴൊക്കെ ഒരു സംശയം തോന്നും. കോണ്ടോയെ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം കാനഡയിലെ മറ്റ് ഡിറ്റാച്ച്ഡ് ഹോംസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഗ്രാസ് കട്ട് ചെയ്യേണ്ട, അതുപോലെ സ്നോ റിമൂവൽ നടത്തണ്ട, അങ്ങനെയുള്ള കുറെ അഡ്വാൻറ്റേജ് കാനഡയുടെ ഒരു കോണ്ടസ്റ്റിൽ നോക്കിയാൽ ഉണ്ട്. നമുക്ക് കോണ്ടോയിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്ക് കോമൺ ആയിട്ട് കുറെ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് പൂൾ ഉണ്ടാവും, അതുപോലെ എന്താ പറയുക, ജിം ഉണ്ടാവും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് വലിയ ലക്ഷറി പ്രൈസ് കൊടുക്കാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ഈ കോണ്ടോ എടുക്കുമ്പോഴത്തേക്കുണ്ട്. പിന്നെ നമുക്ക് കോണ്ടോയെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രൈസ് അഫോർഡബിലിറ്റി ആണ്. നമുക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എൻട്രി നമുക്ക് ഈ ഒരു കോണ്ടോ മേടിക്കുമ്പോൾ കിട്ടും. നമ്മൾ ഡിറ്റാച്ച്ഡ് ഹോംസ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ പൈസ കൊടുത്താലേ നമുക്ക് അതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കുറച്ചുകൂടെ അഫോർഡബിൾ ആണ്. ഇതൊക്കെ നമ്മൾ കോണ്ടോയുടെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞാലും വേറെ ഇതിന്റെ ഒരു അതർ സൈഡ് ഉണ്ട്. നമ്മൾ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി ഒരു കോണ്ടോ ഫീ നമ്മൾ കൊടുക്കണം. അത് അപ്പോൾ ഓവർ ദ പീരീഡിൽ ചിലപ്പോൾ അത് കൂടിയേക്കാം. അപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിനെ ബാധിക്കും. അതുകൊണ്ട് ഈ ഒരു മന്ത്ലി ഫീസിനെ പറ്റി നമ്മൾ കോണ്ടോ മേടിക്കുന്ന ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടാവണം. രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സ്പേസ് ആണ്. നമുക്ക് സ്റ്റോറേജ് സ്പേസും അതുപോലെ ലിവിംഗ് സ്പേസ് ഒക്കെ മറ്റൊരു ഡിറ്റാച്ച് ഹോം വെച്ച് നോക്കി കഴിഞ്ഞാൽ കോണ്ടോ കിട്ടുന്നത് വളരെ കുറവാണ്. പിന്നെ കോണ്ടോസിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ റൂൾസും റെസ്ട്രിക്ഷൻ ഒക്കെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ പെർമിഷൻ ഒക്കെ എടുത്ത് മാത്രമേ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ പെറ്റ്സ് നമുക്ക് ഇത് റെന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ അതിനൊക്കെ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മൾ കോണ്ടോസ് മേടിക്കുമ്പോഴത്തേക്ക് അതിന്റെ റൂൾസും റെഗുലേഷൻസ് ഒക്കെ എപ്പോഴും നമ്മൾ വായിച്ചു നോക്കി ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കനേഡിയൻ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസിന് ഈ കാണുന്ന അക്കൗണ്ട്, താഴെ കാണുന്ന അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. അപ്പം കൂടുതൽ ഇൻഫർമേഷന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഹാവ് എ വണ്ടർഫുൾ ഡേ.